ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻലെസ് വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 25ഓളം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്കയെല്ലാം കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക നല്ലപോലെ ഒന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ നെല്ലിക്ക നന്നായിട്ട് വെന്ത് നല്ലതുപോലെ പൊട്ടിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യുകയോ ചെയ്യാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനിഗർ ചേർക്കാം. വിനിഗർ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത നെല്ലിക്ക ചേർക്കാം. നെല്ലിക്ക ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നെല്ലിക്കയെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രുചികരമായ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. നെല്ലിക്ക അച്ചാർ തണുത്തതിന് ശേഷം ഇനി ഇതൊരു ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും അടുത്തൊരു നല്ല റെസിപ്പിയുമായി മറ്റൊരു ദിവസം കാണാം.